അപ്പോൾ ഇതാണ് കേക്ക് ഫെസ്റ്റിവലിന് വേണ്ടിയിട്ട് ഞാൻ റെഡിയാക്കിയ കേക്ക്, നമ്മളെ ബർഗർ തീമിലെ ആ ഒരു കേക്ക്. അപ്പോൾ അടുത്തുമ്പോൾ ഇല്ല എൻ്റെ ഒരു അവസ്ഥ ഞാൻ ഫസ്റ്റ് കാണിച്ചു തരാം. ആഗ്രഹത്തോടെ ഒരു ഫെസ്റ്റിന് കൂടിയിട്ടില്ലേ, നല്ലോണം കരഞ്ഞ് സങ്കടപ്പെട്ട് കരഞ്ഞു എന്നറിയുന്നത് ഒരു ഭയങ്കര സംഭവമല്ലേ. അപ്പോൾ അതേപോലത്തെ ഒരു ഫെസ്റ്റിൻ്റെ സ്റ്റോറിയാണ് കേട്ടോ ഇന്ന് ഞാൻ പറയുന്നത്. ഇതാണ് എൻ്റെ അവസ്ഥ. കേക്കെല്ലാം പീസായി തോന്നുന്നു, ബർഗർ കേക്ക്. ഒരു മനുഷ്യൻ മാറില്ല. കേക്ക് കുറേ ഞാൻ ഉണ്ടാക്കുമെങ്കിലില്ലേ, ഇങ്ങനെ ഫെസ്റ്റിനെല്ലാം പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഫസ്റ്റ് ടൈപ്പാണ് കേട്ടോ. അപ്പോൾ അതിൻ്റേതായ ചെറിയ കുറവും കാര്യമെല്ലാം ഉണ്ടാവും, എന്നാലും ഞാൻ എൻ്റെ മാക്സിമം കൊടുത്തിട്ട് ഈ ഒരു കേക്കിലേക്ക്. അപ്പോൾ കേക്ക് അതായത് ഞാൻ ഈ ഒരു ആഡ് കണ്ടപാട് നമ്മളൊരു ബേക്കിംഗ് ഗ്രൂപ്പിൽ വന്നതാണ്. ആഡ് കണ്ടപാട് അവരായിട്ട് കോണ്ടാക്ട് ചെയ്ത്, അപ്പോൾ അതിലെനിക്കില്ലേ ചെറുത്തൂർ എന്തൊരു സ്ഥലമുണ്ട്, അങ്ങനെയാണ് എനിക്ക് കണ്ടത്. അപ്പോൾ ചെറുത്തൂരെല്ലാം പറയുമ്പോൾ കാഞ്ഞങ്ങാടിന് അങ്ങനെ കുറേ ദൂരമൊന്നുമില്ല അല്ലേ. അങ്ങനെ വിചാരിച്ച് ഞാൻ അതായത് അതിൽ ഓക്കെ ഇങ്ങനെ ഉണ്ടാക്കാമെന്നെല്ലാം വിചാരിച്ച്. അപ്പോൾ മനസ്സിൽ അവരോട് ചോദിക്കുമ്പോൾ അവർ പറഞ്ഞത് ഡിസൈനും പിന്നെ ടേസ്റ്റ് അതാണ് കേട്ടോ നമ്മളെ ജഡ്ജസ് നോക്കുന്നത് എന്ന്. അപ്പോൾ ഓക്കെ, എന്നാൽ വെറൈറ്റി ആയിട്ട് നമുക്ക് അങ്ങനെയല്ല അതായത് നമ്മളെ ടാലൻറ്റ് തെളിയിക്കാനുള്ളൊരു അവസരം കൂടിയല്ല. അപ്പോൾ അങ്ങനെ വെറൈറ്റി ആയിട്ട് എന്ത് ഉണ്ടാക്കാമെന്നിങ്ങനെ ആലോചിച്ച് തലയെല്ലാം പുകഞ്ഞാന്നിട്ട് ലാസ്റ്റ് ഈ ഒരു തീം ചെയ്യാമെന്ന് വിചാരിച്ചത്. ആദ്യം ഇങ്ങനെ വിചാരിച്ചു, അതായത് കുറച്ച് വലിയ കാർ കേക്ക് ആക്കിയിട്ട്, അതായത് നമുക്ക് മൊത്തത്തിൽ ഫോണ്ടൻ്റ് ഉണ്ടല്ല ആ ഒരു കാർ കേക്കെല്ലാം റെഡിയാക്കിയിട്ട് കുറച്ച് അതിനെ ഭയങ്കര ആക്കാമെല്ലാം വിചാരിച്ച്. പിന്നെ അത് മാറ്റി ഞാൻ കാർ കേക്ക് ആകുമ്പോൾ വലിയ രസം ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ട് പിന്നെയാണ് കേട്ടോ ബർഗർ തീമിലേക്ക് വന്നത്. അപ്പോൾ നമ്മളെ കേക്കിൻ്റെ ഫ്ലേവർ വന്നിട്ട് ടോഫിയാണ്. കേക്കിലേക്ക് ഇട്ടോട്ട ഒരു സിറപ്പില്ലേ, അത് പാലും നമ്മളെ ബൂസ്റ്റ് പൗഡറും പിന്നെ ടോഫി ഇതെല്ലാം മിക്സ് ആക്കിയിട്ടില്ലേ, അങ്ങനെയാണ് കേട്ടോ ആ ഒരു നല്ല ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെയാണ് ചെയ്തത്. പിന്നെ ഇവിടെ ഫോണ്ടൻ വർക്കെല്ലാം ചെയ്യുന്നുണ്ട്, നമ്മൾ ആ ഒരു ലെറ്റ്യൂസും ടൊമാറ്റോസും പിന്നെ ചീസെല്ലാം. പിന്നെ ഞാനില്ലേ ആദ്യം ഇങ്ങനെ വിചാരിച്ച് നമ്മളെ പാറ്റീസ് ഇല്ലേ, ബീഫ് പാറ്റീസ് അത് ഫോണ്ടനിൽ റെഡിയാക്കാമെന്ന്. പിന്നെ ഞാൻ നമ്മളെ കേക്ക് തന്നെ പിന്നെയും 1 kg കേക്ക് ഉണ്ടാക്കിയിട്ട് അതിൽ ചോക്ലേറ്റ് ഗനാഷെല്ലാം മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ആ ഒരു കളറിലാക്കിയിട്ട് എടുത്തത്. ഞാനങ്ങനെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഫോൺ വർക്ക് ചെയ്യുന്നതൊന്നും വീഡിയോ എടുത്തിട്ട് എടുക്കണമെന്നെല്ലാം വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ടൈമിൻ്റെ ഇതുകൊണ്ട് എനിക്ക് വീഡിയോ ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ട് ചെറിയ ചെറിയ ക്ലിപ്സ് ആയിട്ട് എടുത്തിന്. ഇതിപ്പോൾ ഇല്ല പെപ്സി റെഡിയാക്കണമല്ലോ, നമ്മളെ ബർഗറിൻ്റെ സൈഡിൽ പെപ്സി എല്ലാം വെച്ചെങ്കിൽ ഒരു ലുക്ക് കിട്ടൽ വിചാരിച്ചിട്ട് മീഡിയം സൈസിലെ പെപ്സിൻ്റെ ബോട്ടിൽ കൊണ്ടുവന്നതെല്ലാം കാലിയാക്കി കഴുകിയതിന് ശേഷം ഇങ്ങനെ കട്ടാക്കിയിട്ട് എടുത്തിന്. അതിൽ കാണുമ്പോൾ വീഡിയോയിൽ വലിയ പണിയില്ലാത്ത പോലെ ഉണ്ടെങ്കിലേ ചെയ്യുമ്പോഴത്തേക്കും നല്ല പണിയുണ്ട് കേട്ടോ. ഒരു വലിയ പാക്കറ്റ് ഫുൾ ഡാർക്ക് ചോക്ലേറ്റ് എടുത്ത് ഡബിൾ ബോയിലായിട്ട് മെൽട്ടാക്കിയാണ് കേട്ടോ. ഇത് കാണുന്ന ഇതിൻ്റെ ചൂടെല്ലാം പോയിട്ടായിട്ടാണ് കേട്ടോ ഈ ഒരു ബോട്ടിലേക്ക് ഇട്ടിട്ട് നമ്മൾ ആ ഒരു ബോട്ടിലിൻ്റെ ഷേപ്പിലുള്ള ചോക്ലേറ്റ് സെറ്റ് ചെയ്യുന്നുള്ളത്. അപ്പോൾ ഈ ഒരു പെപ്സിൻ്റെ ബോട്ടിൽ ഇതെല്ലാം റെഡിയാക്കുന്നുള്ളത് അവിടെ പോകുന്നതിൻ്റെ രാവിലെയാണ് കേട്ടോ. ആ ഒരു ഈവനിങ് ആകുമ്പോഴാണ് എത്താൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായത്. രാവിലെയാണ് ഈ ഒരു സംഭവം എല്ലാം ചെയ്യുന്നുള്ളത്. ആദ്യം ചോക്ലേറ്റ് ഇങ്ങനെ ഒരു കോട്ടിങ് കൊടുത്ത് അത് നല്ലോണം തണുത്ത് കഴിഞ്ഞിട്ട് പിന്നെയും ഡബിൾ കോട്ടെല്ലാം കൊടുത്തിട്ടായിട്ടാണ് സെറ്റാക്കുന്നുള്ളത്. അതിൽ രണ്ടാമത് അതായത് പിന്നൊരു ബോട്ടിൽ ചെയ്യുമ്പോൾ ചോക്ലേറ്റ് എടുക്കുമ്പോൾ പൊട്ടിപ്പോയി അങ്ങനെ കുറേ പണികൾ പറഞ്ഞാൽ തീരില്ല, അത്രയും പണിയെല്ലാം എടുത്തിട്ടാ. നമ്മളെ ബർഗറിൻ്റെ ഉള്ളിലെ ആ ഒരു പാറ്റീസ് ഇല്ലേ, അത് ഞാൻ റെഡിയാക്കാൻ വേണ്ടിയിട്ട് എടുത്തത് വണ്ട സ്പഞ്ച് കേക്ക് തന്നെ റെഡിയാക്കിയിട്ട് അതിലേക്കില്ലേ ഡാർക്ക് ചോക്ലേറ്റ് ഗനാഷ് മിക്സ് ആക്കി എടുത്തതാണ്. അതിലെനിക്ക് ടൈം അധികം പിടിച്ചത് ഈ ഒരു മിസ്റ്റേക്ക് ഞാൻ ചെയ്ത്. എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് തന്നെ ബോട്ടിലില്ലേ അതായത് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് നമ്മളെ സെല്ലോ ടാപ്പ് കൊണ്ട് ഒട്ടിക്കണം അതിന്. പക്ഷെ ഞാനിത് ഇങ്ങനെ ഈ ഒരു ബോട്ടിലിൻ്റെ കുഴപ്പമുണ്ടായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടായിരുന്നു. ചെറിയൊരു കട്ടിങ് കൊടുത്തിട്ട്
പക്ഷേ മറ്റേ നമ്മൾ കട്ട് ചെയ്ത അതില്ല അത് എനിക്ക് എങ്ങനെയും എടുക്കാൻ പറ്റുന്നില്ല. ചോക്ലേറ്റ് എല്ലാം ഇങ്ങനെ കട്ടായി പോകുന്നുണ്ടായിന്. അപ്പോൾ അതിൻ്റെ ബാക്കിലും കുറേ ടൈം ചിലവാക്കി. പിന്നെ അതിനെ രണ്ടാമത് ഇങ്ങനെയെല്ലാം അഡ്ജസ്റ്റ് ആക്കിയിട്ടെല്ലാം സെറ്റാക്കി വെച്ച്. പക്ഷേ ഇത് കണ്ട, ഇത് നല്ല ആ ഒരു ബോട്ടിലിൻ്റെ അതേപോലെ തന്നെ വന്നതിന് കാണുമ്പോൾ ശരിക്കും ബോട്ടിൽ പോലെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. ഇത് കറക്റ്റ് വന്നിട്ടാകുമ്പോൾ എനിക്ക് സന്തോഷമായി. ഞാൻ ആ ഒരു ബണ്ണിൻ്റെ എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ആ ഒരു നല്ല ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ട് ഫോണ്ടൻ്റാണ് കേട്ടോ കേക്കിലേക്ക് കവർ ചെയ്യുന്നുള്ളത്. വൈറ്റ് ഫോണ്ടൻ്റിലേക്ക് ഇത് പീച്ച് കളറും കുറച്ച് യെല്ലോ കളറും മിക്സ് ആക്കിയിട്ടാണ് വന്നിട്ട് ഈ ഒരു കളർ. ഞാൻ കുറച്ച് സ്കിൻ കളറാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ എൻ്റെ കയ്യിൽ ഉണ്ടായ കളർ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനത്തെ ഒരു കളറാക്കി എടുത്ത് ഫോണ്ടൻ ഷേപ്പ് നല്ല ഉണ്ടെങ്കിൽ നല്ല വൃത്തിക്ക് ഒന്നും കൂടി ഷേപ്പ് ചെയ്തെടുക്കുക. ഇതിപ്പം എൻ്റെ ആ ഒരു ടൂൾസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ കൈവച്ചിട്ട് തന്നെ മാക്സിമം നല്ലോണം പ്രസ് ചെയ്തിട്ടെല്ലാം കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഞാൻ ഫോണ്ടനിലേക്ക് നേരത്തെ പറഞ്ഞ പോലെ കോൺഫ്ലവറാണ് യൂസ് ആക്കിയത്. അല്ലെങ്കിൽ ഡെക്കറേഷനും കാര്യത്തിനെല്ലാം CMC പൗഡറിലാണ് യൂസ് ആക്കൽ. ഇതിപ്പോൾ നമ്മൾ മൊത്തം കേക്ക് കവർ ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ CMC ഇടാൻ വേണ്ടിയിട്ട് വലിയ താല്പര്യം തോന്നിയില്ല. പിന്നെ എനിക്ക് ഇവിടെ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയതിന് കാരണം ഞാൻ ഫോണ്ടൻ്റെ മൊത്തത്തിൽ കവർ ചെയ്യുന്ന ഫസ്റ്റ് ടൈമല്ലേ. അപ്പോൾ ചെറുതായിട്ട് ക്രം കോട്ടെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് നേരെ ഫോണ്ടൻ്റെ നേരെ മീൻസ് ഓവർനൈറ്റ് ഫുള്ള് കേക്ക് സെറ്റെല്ലാം ചെയ്തതിന് ശേഷം കേട്ടോ ഈ ഒരു ഫോണ്ട് വർക്കെല്ലാം ചെയ്തത്. അപ്പോൾ ചോക്ലേറ്റ് ഗനാഷാണ് നമ്മൾ അതായത് കുറച്ച് കട്ടിയായിട്ടുള്ള ചോക്ലേറ്റ് ഗനാഷ് ഇട്ടിട്ട് വേണം ഫോണ്ടൻ കവർ ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ ഞാനിവിടെ ചെറുതായിട്ട് ക്രം കോട്ട് ചെയ്തിട്ടാണ് കവർ ചെയ്തത്. പക്ഷെ എനിക്ക് അവിടെ എത്തും വരെ ഒരു പ്രോബ്ലം ഉണ്ടായിട്ട് പ്രോബ്ലം മൊത്തമായത് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. പിന്നെ കേക്ക് ഞാനില്ലേ ഫ്രീസറിൽ വെച്ചിട്ടാണ് കേട്ടോ സെറ്റാക്കി എടുത്തത്. ഫോണ്ടെല്ലാം വെച്ചതിന് ശേഷം നേരെ ഇനി ബാക്കിയിട്ടുള്ള ആ ഒരു സെൻറ്ററിൽ വെക്കുന്ന നമ്മളെ പാറ്റീസും പിന്നെ ഇതെല്ലാം കണ്ട ഫോണ്ടിൽ ചെയ്ത് ലെറ്റ്യൂസും ടൊമാറ്റോസും പിന്നെ ചീസ് ഇതെല്ലാം ഓൾറെഡി തലേന്ന് തന്നെ ഞാൻ റെഡിയാക്കിയിട്ട് ഡ്രൈ ആക്കാൻ വേണ്ടിയിട്ട് വെച്ചിന്. അതിന് ശേഷം ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിലാണ് കേട്ടോ ഇതെല്ലാം എടുത്തു വെച്ചത്. രണ്ടാമത്തെ പാറ്റീസും വെച്ചെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു നമ്മളെ പാറ്റീസ് റെഡിയാക്കിയിട്ടില്ല, ഞാൻ ഫ്രിഡ്ജിൽ ഓവർനൈറ്റ് വെച്ചിനെ ഒന്ന് നല്ലോണം സെറ്റ് ആവാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പൊടിഞ്ഞു പോയൊക്കെ ഉണ്ടാകുന്നെല്ലാം വിചാരിച്ചിട്ടാണ് കേട്ടോ അങ്ങനെ സെറ്റാക്കി എടുത്തത്. പിന്നെ നമ്മൾ ഈ ഒരു ഫോണ്ടൻ്റ് സ്റ്റിക്ക് ചെയ്യുമ്പോൾ ഇല്ലേ കുറച്ച് വെള്ളത്തിൻ്റെ നനവ് നമ്മളെ പാറ്റീസിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട് അവിടെ നല്ല സ്റ്റിക്കായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട്. ഫോണ്ടൻ്റിൽ റെഡ് കളർ മിക്സ് ചെയ്തിട്ട് റൗണ്ടിൽ കട്ട് ചെയ്തിട്ട് സെൻറ്ററിന് ഒരു നൈഫ് കൊണ്ട് ഇങ്ങനെ കട്ട് ചെയ്ത് എന്നിട്ട് ആ രണ്ട് ഭാഗമാക്കുന്നില്ലേ അങ്ങനെ ആക്കിയിട്ടാണ് ടൊമാറ്റോസ് ചെയ്തത്. എന്നിട്ട് നമ്മൾ ആ ഒരു ഒറിജിനൽ ടൊമാറ്റോൻ്റെ ആ ഒരു എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് സൈഡിലും കുറച്ച് മുകളിലേക്കായിട്ട് ഇങ്ങനെ കളറില്ലേ റെഡ് കളറ് ഇങ്ങനെ ബ്രഷ് ചെയ്തെടുത്തിന്. പിന്നെ ഈ ഒരു ലെറ്റ്യൂസ് ഇല്ലേ നമ്മളെ വൈറ്റ് ഫോണ്ടൻ്റ് നല്ലോണം തിന്നായിട്ട് പരത്തിയെടുത്തിട്ട് അതായത് കോൺഫ്ലവറിലിട്ട് മിക്സ് ചെയ്തിട്ട് നല്ലോണം തിന്നാക്കിയിട്ട് പരത്തിയെടുത്തതിന് ശേഷം എന്തെങ്കിലും ലീഫിൻ്റെ മോൾഡ് എന്തെങ്കിലും ഉണ്ടാവുമല്ലോ അതിലിട്ട് ഒന്നും കൂടി പ്രസ് ചെയ്തിട്ട് അങ്ങനെയെല്ലാം കുറച്ച് സംഭവമാക്കിയിട്ട് തന്നിട്ട് ആ ഒരു നമ്മളെ ക്യാബേജിൻ്റെയും ലെറ്റ്യൂസ് ഇല്ല ആ ഒരു എഫക്റ്റ് കിട്ടാൻ വേണ്ടി. പിന്നെ അതിൻ്റെ മുകളിലേക്ക് ഗ്രീൻ കളറിലേക്ക് കുറച്ച് ലെമൺ എക്സ്ട്രാക്റ്റ് ഇട്ടിട്ട് ഒന്നിങ്ങനെ ബ്രഷ് ചെയ്ത് അതുകൊണ്ട് എനിക്കിത് ഇങ്ങനെ ഒരു ഫോമിൽ കിട്ടി. പിന്നെ ഇത് ഡ്രൈ ആവാൻ വേണ്ടി വെച്ചിട്ട് ഞാൻ ടിഷ്യൂ എല്ലാം ചുരുട്ടിയിട്ട് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് താഴെയായിട്ടും മുകളിലായിട്ടും ഇങ്ങനെ സ്ട്രക്ചറെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരുത്തിയിട്ട് വെച്ചത്. എന്നറിയില്ല ഇങ്ങനെ മടങ്ങിയെല്ലാം നിൽക്കൂല ഇങ്ങനെയെല്ലാം അങ്ങനെ വെച്ച് ഡ്രൈ ആക്കി എടുത്തതാണ്. ഇത്രയും ചെയ്ത് കഴിഞ്ഞാകുമ്പോൾ ഞാനൊരു 2 സ്റ്റിക്ക് ഇറക്കി വെച്ചിന് ആ കേക്കിലേക്ക്. ഞാൻ ആ ഒരു ബർഗറിൻ്റെ ബണ്ണില്ലേ മുകളിലത്തെ ബണ്ണ് അത് വെക്കുന്നത് അതിങ്ങനെ ഒരു സ്പാച്ചില കൊണ്ട് മെല്ലെ ഇങ്ങനെ ഇളക്കിയെടുത്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. നല്ല ടെൻഷനുണ്ട് ഇങ്ങനെ തെന്നിപ്പോവും. പക്ഷേ ഫസ്റ്റ് ടൈം നമ്മളിങ്ങനത്തെ ഒരു കേക്കെല്ലാം ചെയ്യുന്നെങ്കിലും ഇങ്ങനെയുള്ളൊരു തീമിൽ കേക്കെല്ലാം ചെയ്യാന്ന് പറയുന്നത് നല്ല എഫേർട്ട് ഇട്ടിട്ടും നല്ല പണിയും നല്ല ടെൻഷൻ അടിച്ചിട്ടുള്ള കാര്യമാണ്. പക്ഷെ ഇതില്ലേ മൊത്തത്തിലൊന്ന് റെഡിയായി കണ്ടിട്ടാകുമ്പില്ല എനിക്ക് ഭയങ്കര സന്തോഷം. എന്തായാലും ഫസ്റ്റ് അല്ലെങ്കിൽ സെക്കൻഡെങ്കിലും അടിക്കും. പണ്ട് നമ്മൾ എക്സാമെല്ലാം എഴുതാൻ വേണ്ടിയിട്ട് പോകുമ്പില്ലേ വലിയ ആൾ പറയുന്നൊരു കാര്യമുണ്ട് A+
അതായത് A+ കിട്ടുമെന്ന് വിചാരിച്ച് പോകണം, എന്നാലേ ഒരു C+ എങ്കിലും കിട്ടുമെന്ന്. അതുപോലെയാണ് എൻ്റെ ഇവിടുത്തെ അവസ്ഥ. ഞാൻ ഫസ്റ്റ് അല്ലെങ്കിൽ സെക്കൻഡ് എങ്കിലും കിട്ടുമെന്ന് വെച്ചാൽ ഇനി അവിടെ വരുന്ന കേക്ക്സ് എങ്ങനത്തെയാണെന്ന് ഒന്നും നമുക്കറിയില്ലല്ലോ. എന്നെക്കാളും നല്ല ടാലൻറ്റുള്ള ആൾക്കാരുണ്ടാവും. പിന്നെ അങ്ങനെയെല്ലാം വെച്ചാൽ ഫെസ്റ്റ് അല്ലേ. അങ്ങനെ അടുത്തേക്ക് നമ്മളിതെല്ലാം റെഡിയാക്കി ഇങ്ങനെ റെഡിയാക്കി ഞാനില്ലേ ഇതിങ്ങനെ പേടിയാവുന്ന വെച്ചാൽ ഇതെല്ലാം വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്കെല്ലാം കേക്ക് വെച്ചിട്ടില്ല അല്ലേ. അപ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നിപ്പോകുന്നില്ല പേടി കാരണം ഞാൻ പിന്നെയും കണ്ട സ്റ്റിക്സ് ഒരു 4-5 ഒന്നും കൂടി 4 ഒന്നും കൂടി ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് വെക്കുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാണ്ടിരിക്കാൻ. പിന്നെ ആ ഒരു ബർഗർ ബണ്ണിൻ്റെ ആ ഒരു എക്സാക്റ്റ് കളർ എനിക്ക് കിട്ടാത്തതുകൊണ്ട് നമ്മളെ ബണ്ണിൻ്റെ ആ ഒരു ഫോമിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് ഗോൾഡൻ ഡസ്റ്റിൽ അതിലേക്ക് ഞാൻ ഇവാപ്രെക്സ് ഉണ്ടെങ്കിൽ അതാണ് മിക്സ് ചെയ്യില്ല. എൻ്റെ അടുത്ത് അത് ഇല്ലാത്തത് കൊണ്ട് ഞാൻ നമ്മളെ ലെമൺ സ്ക്വീസ് ചെയ്തിട്ടില്ല ആ ഒരു വെള്ളമില്ലേ അത് നമ്മളെ ഈ ഒരു ഗോൾഡൻ ഡസ്റ്റിലിട്ട് മിക്സ് ചെയ്ത് അതാണ് നല്ല കറക്റ്റായിട്ട് അവിടെ പിടിക്കുമല്ലോ. വെള്ളത്തിലെല്ലാം ഇട്ട് ചെയ്താൽ അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം അത് ഒരു വെള്ളം പോലായിട്ട് ഒലിക്കാനെല്ലാം ചാൻസ് ഉണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് ശ്രദ്ധിച്ചിട്ടില്ല. എന്നിട്ട് ഇവാപ്രെക്സ് എനിക്ക് ഷോപ്പിലൊന്നും കിട്ടിയിട്ട് അപ്പോൾ ഇങ്ങനെ ചെയ്ത് പിന്നെ ആ ഒരു നമ്മളെ മേലത്തെ ആ ഒരു ബ്രൗൺ ഷെയ്ഡ് വരാൻ ബ്രൗൺ കളറ് കുറച്ച് ഗോൾഡൻ ഡസ്റ്റിലേക്ക് മിക്സ് ആക്കിയിട്ട് ഇങ്ങനെ ബ്രഷ് കൊണ്ട് ഇതേപോലെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ആക്കി എടുക്കുന്നത്. ഇനിയുള്ള സംഭവം കേട്ടോ ഏറ്റവും അധികം പേഷ്യൻസ് വേണ്ടത് വെച്ചാൽ ആ ഒരു നമ്മളെ സിസ്റ്റമായിട്ട് സീഡില്ലേ ബണ്ണിൻ്റെ എല്ലാം മുകളിലുണ്ടാകുന്ന വൈറ്റ് എള്ള് അത് റെഡിയാക്കുന്നത് അത് അത്യാവശ്യം നല്ല ക്ഷമമാണ് കേട്ടോ. അതാ ഇങ്ങനെ ചെറുത് വൈറ്റ് ഫോണ്ടൻ്റ് ഇങ്ങനെ ചെറുതായിട്ട് എടുത്തിട്ട് ഡ്രൈ ആക്കി ഫോണ്ടൻ്റാണ് കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ കയ്യിലിങ്ങനെ പറ്റിപ്പിടിച്ച് നമുക്ക് ഇങ്ങനെ കിട്ടൂല. ഇതിങ്ങനെ ചെറുത് ആക്കണം. ഇതിലും നല്ലധികം ടൈം മൊത്തത്തിൽ പറഞ്ഞെങ്കിൽ ഈ ഒരു കേക്കിന് അത്യാവശ്യം നല്ല ടൈം വേണം. അങ്ങനെ ആ സിസ്റ്റമായിട്ട് സീരെല്ലാം റെഡിയാക്കി എന്നിട്ട് ഇങ്ങനെ മുകളിലേക്കെല്ലാം ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ റെഡിയാക്കിയ ഒരു പെപ്സിൻ്റെ ബോട്ടിലില്ലേ ഇത് ചോക്ലേറ്റ് അതിലേക്ക് ഞാൻ ആദ്യം വിചാരിച്ചൊന്നും വേണ്ട പിന്നെയും വിചാരിക്കുന്ന കുറച്ച് സ്പഞ്ച് ബാക്കിയുണ്ടായിന്. അപ്പോൾ അത് വെച്ചിട്ട് കുറച്ച് ക്രീം ഈ ഒരു ക്രീം ഇടയിൽ ചോക്ലേറ്റ് ആണ് കേട്ടോ. ചോക്ലേറ്റ് കുറച്ച് ഉണ്ടായിന് അപ്പോൾ അതിലേക്ക് മിക്സ് ആക്കിയിട്ട് അതിങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം സാധാരണ ഇങ്ങനെ കുഞ്ഞോളെല്ലാം ഉണ്ടെങ്കിൽ അവർക്കും അതിൽ നിന്നൊരു കേക്ക് പക്ഷെ നമ്മൾ ജഡ്ജസ് ചെറിയൊരു ബേസല്ലേ ടേസ്റ്റ് ചെയ്യല്ലേ അതിൻ്റെ ബാക്കിയുള്ളതെല്ലാം നമുക്ക് തരുമല്ലോ. അപ്പോൾ അവിടെ കുറച്ച് ആൾക്കാരും കാര്യമെല്ലാം ഉണ്ടാവുമല്ലോ. അപ്പോൾ അവർക്കെല്ലാം കെട്ടിക്കോട്ടി വിചാരിച്ചിട്ട് സ്പഞ്ചും ബാക്കിയുണ്ടായ ചോക്ലേറ്റും ക്രീമെല്ലാം ഇങ്ങനെ മിക്സ് ആക്കിയിട്ട് അതവിടെ റെഡിയാക്കി. പിന്നെ ഞാൻ വിചാരിച്ച് ഒന്നും കൂടി ഒന്ന് സ്റ്റൈലാവാൻ കുറച്ച് ബർഗറിൻ്റെ സൈഡിൽ കുറച്ച് നമ്മളെ ഫ്രഞ്ച് ഫ്രൈസ് ഇല്ലേ അത് റെഡിയാക്കാന്ന്. അങ്ങനെ വൈറ്റ് ഫോണ്ടിൽ റെഡ് കളർ മിക്സ് ആക്കിയിട്ട് ഇങ്ങനെ റൗണ്ടിൽ ഷേപ്പ് ചെയ്തെടുത്തിന്. പിന്നെ ഫ്രഞ്ച് ഫ്രൈസിന് വേണ്ടിയിട്ട് ലൈറ്റായിട്ടുള്ളൊരു യെല്ലോ ഷെയ്ഡ് കൊടുത്തിട്ട് ഇങ്ങനെ ചെയ്യുന്നുണ്ട്. അങ്ങനെ എല്ലാം സെറ്റായി നമ്മളിടുന്ന നമ്മളെ വീട്ടിൽ നിന്ന് കിഞ്ഞ് എൻ്റെ അപ്പ വന്ന് പിന്നെ എനിക്ക് ചെറിയൊരു മോനുണ്ട് ഓന് വെച്ചിട്ടാണ് കേട്ടോ ഈ ഒരു കേക്കെല്ലാം റെഡിയാക്കുന്നത്. ഓൻ കുറച്ച് സഹകരിച്ചുകൊണ്ടാണ് എനിക്ക് ഇത് റെഡിയാക്കാൻ പറ്റിയത്. പിന്നെ ഉമ്മാവ് നല്ലോണം എൻ്റെ ഉമ്മ ഓനെ നോക്കി അങ്ങനെയുള്ള ആയതുകൊണ്ട് ഞാൻ ഈ കേക്ക് റെഡിയാക്കി. പക്ഷെ നമ്മളെ മെയിൻ ഉദ്ദേശം എന്താ നമുക്ക് നമ്മളെ ടാലൻ്റ് അവിടെ തെളിയിക്കാന്നുള്ളതാണ്. അപ്പോൾ ഏതെല്ലാം രീതിയിൽ നമുക്ക് കേക്ക് ഉണ്ടാക്കാൻ പറ്റും അതായത് എങ്ങനെ ആ ഒരു ഇതെല്ലാം കേട്ടോ എൻ്റെ മൈൻഡിലുള്ളത്. പക്ഷേ ഇല്ലേ അവിടെ നമ്മൾ ഇടുന്ന ഓക്കെ കീഞ്ഞ് ചെറുത്തൂരെത്തി അവിടെ എത്താനുമ്പോൾ ഞാൻ ലൊക്കേഷനും കാര്യമെല്ലാം ചോദിച്ച് എത്തിയാലും ഈ ഒരു സ്ഥലം എത്തുന്നില്ല. അപ്പോഴത്തേക്ക് അപ്പം എന്നിട്ട് ഇങ്ങനെ ഞാൻ വിചാരിക്കുന്നത് ഇപ്പോൾ എത്താത്തത് റിക്ഷയിലാണ് പോയത് കേക്കും കൊണ്ട്. അതിൻ്റെ ഇടയിൽ ഞാൻ കേക്കും സൈഡിലേ നോക്കുന്നുണ്ട്. കേക്കിന് പേടിയാണല്ലോ ഇപ്പോൾ ഇങ്ങനെ റിക്ഷയിലെല്ലാം പോകുമ്പോൾ. പക്ഷെ ഒന്നും കേക്ക് ഒരു പ്രശ്നം ഉണ്ടായിട്ടാ നേരെ തന്നെയുണ്ട് എത്തുന്നേ ഇല്ല. പിന്നെയും ലൊക്കേഷൻ നോക്കി എത്തുന്നില്ല. ലാസ്റ്റ് ഉമ്മാൻ്റെ ഫ്രണ്ടിനെ കോൾ ചെയ്ത് അപ്പോഴത്തേക്കും ചീമേനിക്കൽ അപ്പുറമാണ് ഈ ഒരു സ്ഥലം. ചീമേനെല്ലാം പറയുമ്പോൾ നല്ല ദൂരമായി നമുക്ക് കാഞ്ഞങ്ങാടിന്. അത് ചീമേനി കഴിഞ്ഞിട്ടും ഇതെത്തുന്നില്ല. എന്നിട്ട് അവർ നമ്മളെ റിക്ഷയിൽ കയറി ഉമ്മാൻ്റെ ഫ്രണ്ട് എന്നിട്ട് അവരാ നമുക്ക് ഈ റൂട്ട് കാണിക്കുന്നില്ല. ഇടയ്ക്കെന്ന് ഞാൻ വിചാരിച്ച് മതി വേണ്ട തിരിച്ച് വരാം ഇങ്ങോട്ടേക്ക് എന്ന്. പിന്നെ ഇങ്ങനെ വെച്ച് ഇത്ര കഷ്ടപ്പെട്ട് കേക്ക് ഉണ്ടാക്കിയിട്ട് ഫെസ്റ്റിന് പോകാണ്ടെന്ത് അങ്ങനെയെല്ലാം വിചാരിച്ച്
ലാസ്റ്റ് എത്തുമ്പോൾ വലിയ സംഭവമാണ്. നമ്മൾ റിക്ഷ താഴെ വെച്ചിട്ട് ഫുള്ള് ഒരു മലേൻ്റെ മുകളിലാണ് കേട്ടോ ഈ ഒരു സ്ഥലം വരുന്നില്ലത്. ഞാൻ വിചാരിച്ചു ഇങ്ങനത്തെ സ്ഥലത്ത് ഈ കേക്ക് ഫെസ്റ്റിവൽ വെച്ചെങ്കിൽ അടുത്തുള്ളവർക്ക് ഓക്കെ പ്രശ്നമില്ല, പക്ഷേ ദൂരത്തുനിന്ന് വരുന്നവരെല്ലാം ശരിക്കും പറഞ്ഞാൽ ബഗഡാണ് കേട്ടോ അത്ര ലോങ്ങിലേക്ക് പോകുന്നത്. എൻ്റെ വലിയ മണ്ടത്തരാണ് ഞാൻ ആ സ്ഥലത്ത് ആ ഒരു ഫെസ്റ്റിന് പാർട്ടിസിപ്പേറ്റ് ആക്കാമെന്ന് ഇതാക്കിയതാണ്. പക്ഷെ എൻ്റെ ഹസ്ബൻഡ് ഫസ്റ്റ് പറഞ്ഞു അത്ര ലോങ്ങിലേക്ക് പോകണാവാൻ. ഞാൻ പറഞ്ഞില്ല ഫെസ്റ്റ് അല്ലേ നോക്കാം എന്താവുമെന്ന്, ചിലപ്പോൾ കിട്ടിയാൽ എന്ത് പറയില്ല, പോയാലൊരു കേക്ക് നമുക്ക് ഓക്കെ സാരില്ല, പോയാൽ വീഡിയോ എങ്കിലും കിട്ടുമല്ല. ഇപ്പോൾ ഫസ്റ്റോ സെക്കൻഡോ കിട്ടിയില്ലെങ്കിൽ എന്നാൽ ഞാൻ ഹസ്ബൻഡിനോട് പറയുന്നത് എനിക്ക് ഫസ്റ്റ് തന്നെ കിട്ടും സെക്കൻഡ് തന്നെ കിട്ടുമെന്ന്. പോയാൽ സാരില്ല നമുക്ക് വീഡിയോ എല്ലാം കിട്ടുമല്ലോ വിചാരിച്ച് ഉണ്ടാക്കി 2 മണിക്കൂറെല്ലാം എടുത്തിട്ട് എനിക്ക് അവിടെ എത്താൻ 2 മണിക്കൂറിലധികമായിന്. എന്നിട്ട് അവിടെ എത്തിച്ച് ഞങ്ങൾ താഴെ കഴിഞ്ഞിട്ട് മുകളിലേക്ക് രക്ഷ പോകുന്നില്ല. അങ്ങനെ ഞാൻ ഈ കേക്കും കൊണ്ട് നടന്ന് വെയിൽ എന്ന് പറഞ്ഞെങ്കിൽ അത്ര വലിയ വെയിൽ. ഉമ്മാവും മോനും അബ്ബെല്ലാം താഴെ ഉണ്ടായത്. ഞാൻ ഈ നടന്ന് എത്തുന്നേയില്ല. എനിക്ക് സത്യം പറഞ്ഞാൽ കരച്ചിൽ വന്ന് ലാസ്റ്റ് ഞാൻ നല്ല കേക്ക് നോക്കുമ്പോഴത്തേക്ക് കേക്ക് ചെറുങ്ങനെ ഇതൊരു കയറ്റം കയറുന്ന സ്ഥലമാണ് കേട്ടോ, ചെരിഞ്ഞു പോയിനി. അങ്ങനെ മുകളിൽ കയറിയിട്ട് ലാസ്റ്റ് ഈ ഒരു സ്ഥലത്തെത്തി. എന്നിട്ട് അവർ ഇല്ല തുടങ്ങിയിട്ട് എല്ലാം തുടങ്ങണത്ര ഞങ്ങളൊരു അവിടെ ഒരു വീട് കാണിച്ച് അവിടെ പോയിട്ട് ഇപ്പോൾ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അവിടെ പോയിട്ട് ഞാൻ കേക്ക് ഫ്രിഡ്ജിൽ വെക്കാൻ നോക്കുമ്പോൾ അവർ സ്ഥലമില്ല എന്ന് പറഞ്ഞ്. അങ്ങനെ ആയിരുന്നു കേക്ക് തുറന്ന് നോക്കുമ്പോഴത്തേക്ക് ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോലെ കേക്ക് ഉണ്ട് താഴെ ഭാഗം പിസേനെ പോലെ നൈറ്റുണ്ട്. അപ്പം ഞാൻ അപ്പം നടന്ന് ഫുള്ളിങ്ങനെ ഇല്ലാണ്ടെങ്കിൽ വെച്ചാൽ കേക്ക് അത്ര അടുത്തോളം അത്ര ആ ഒരു ഫിനിഷിങ്ങിലുണ്ടായ കേക്ക് അടുത്തി കഴിഞ്ഞിട്ടാകുമ്പോൾ സംഭവിച്ചത് കഴിഞ്ഞിട്ട് നമുക്ക് ശരിക്കും പറഞ്ഞാൽ കരച്ചിൽ വന്ന്. അങ്ങനെ ഞാൻ കരഞ്ഞ് കണവെല്ലാം വെള്ളം വന്നിട്ടിങ്ങനെ കരയുമ്പോൾ ഉമ്മാക്കെല്ലാം ടെൻഷനായി. ഉമ്മ അപ്പോഴത്തേക്ക് എത്തിനും ഉമ്മ ഏതോ കാറ് വരുന്നുണ്ടായിരുന്നു വേറെ ഇതേപോലെ മെഹന്തി ഫെസ്റ്റിവലുണ്ട്. അവരൊന്നിച്ച് ഉമ്മാവും കുഞ്ഞും കയറിയിട്ട് വന്ന്. അപ്പോൾ ഉമ്മ പറഞ്ഞ് കരയേണ്ട ടെൻഷൻ അടിക്കേണ്ട സാരമില്ല. പക്ഷെ ഉമ്മാക്കും സംഭവം നല്ല വിഷമമായി. കാരണം ഞാൻ വർക്കുന്നേ പറയുന്നുണ്ട് എനിക്ക് ഫസ്റ്റ് കിട്ടും സെക്കൻഡ് കിട്ടും, ഈ ഒരു വർക്ക് കണ്ടിട്ട് അവരെന്തായാലും എനിക്ക് തരും എന്നെല്ലാം പറയുന്നുണ്ട്. അതിനേക്കാളും എനിക്കിതായത് അവിടെ എത്തിയിട്ടാകുമ്പോൾ ആകെ ഒരു 4 ആൾക്കാരേ ഉള്ളൂ കേട്ടോ ഈ ഫെസ്റ്റിന് പാർട്ടിസിപ്പേറ്റ് ആക്കാൻ തന്നെ 4 ആൾക്കാരെ കേക്കിൻ്റെ വന്നിച്ചു. അപ്പോൾ അവരെല്ലാം കേക്ക് കാണുമ്പോൾ നമുക്ക് പിന്നെയും എനിക്ക് എന്തായാലും ഒരു സെക്കൻഡെങ്കിലും കിട്ടും, കാര്യങ്ങളെല്ലാം ഇങ്ങനെ പറഞ്ഞു കൊടുക്കും. ഇവിടെ എത്തുമ്പോൾ ഇതിങ്ങനെ സംഭവിച്ചത്, ബാക്കിയെല്ലാം പെർഫെക്റ്റ് ഉണ്ടല്ലോ. അവിടെ ഞാൻ വന്ന ടൈമിൽ എൻ്റെ കേക്കാണ് മെയിനായിട്ട് ആൾക്കാർ ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഒന്നും കൂടി ഒരു പോസിറ്റീവ് എനർജി കിട്ടി. അതിനേക്കാളും വലിയ കോമഡി എനിക്ക് തോന്നിയത് സാധാരണ ഒരു ഫെസ്റ്റിന് 2 ജഡ്ജസ് എങ്കിലും വേണം. ഇത് ഒരു ജഡ്ജിനെ കൊണ്ടിട്ട് അവർക്ക് ടേസ്റ്റ് ഇഷ്ടമായ ഒരു കേക്കിനെ അവർ സെലക്ട് ചെയ്ത് അതും ഒരു ഷോക്കായിരുന്നു. വെച്ചാൽ അറ്റ്ലീസ്റ്റ് ഞാൻ അവരോട് പറഞ്ഞു, എൻ്റെ ഭാരവാഹികളില്ല അവരോട് പറഞ്ഞു അറ്റ്ലീസ്റ്റ് 2 ജഡ്ജിനെങ്കിലും നിങ്ങൾ വെക്കണം. അതിന് അവർ കമ്പയർ ചെയ്തിട്ടില്ല ഫസ്റ്റ് സെക്കൻഡിന് തീരുമാനിക്കുന്നത്. ഇവർക്ക് ഇഷ്ടപ്പെട്ട ഒരു കേക്ക്. പിന്നെ ഡിസൈൻ എന്ന് പറഞ്ഞെങ്കിൽ അധികം നമ്മൾ ആ ഒരു സാരീൻ്റെ എല്ലാം ആ ഒരു ഫ്രില്ല് പോലെല്ലാം മുട്ടിച്ചില്ല കേക്ക് മുന്നേ ചെയ്യുന്ന അങ്ങനത്തെ വർക്കിനാണ് സെക്കൻഡ് കൊടുത്തത്. അപ്പോൾ ഈ ഫസ്റ്റ് കിട്ടിയ അവർ പറഞ്ഞു അവരെ കേക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിന്. അപ്പോൾ എന്നോട് ഇങ്ങനെ ചോദിച്ചത് കേക്ക് ടോഫി കേക്ക് തിന്നോക്കി ഫോൺ വെക്കെല്ലാം ചെയ്തത് ഇവിടെ എത്തുമ്പോൾ അതിങ്ങനെ സംഭവിച്ചെല്ലാം പറഞ്ഞ്. എന്നിട്ട് ഫസ്റ്റ് കിട്ടിയ ആളില്ല എന്നോട് പറഞ്ഞ് നമ്മളൊന്നിച്ച് അന്ന് വരുമ്പോൾ ഒന്നിച്ച് വന്നത്. അപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്കാണ് സെക്കൻഡ് തരേണ്ടത്, എന്താ അവർക്ക് സെക്കൻഡ്. അങ്ങനെ ഒരാൾ കേക്കിനെ കുറ്റമായിട്ട് പറയുന്നില്ല, നമ്മൾ വർക്കും നോക്കായിരുന്നു അവർക്ക് എന്നില്ല ആ ഒരു രീതിയിൽ. എനിക്ക് ഭയങ്കര വിഷമമായി. അപ്പോൾ എൻ്റെ ഉമ്മ ഇങ്ങനെ പറയുന്നുണ്ട് ഇങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് നല്ല അതായത് ടേസ്റ്റിൽ മാത്രം ഫോക്കസ് അധികം കൊടുത്തിട്ട് നോർമൽ കേക്ക് ഉണ്ടാക്കിയാൽ മതിയായിരുന്നു എന്ന്. കാരണം ആടെ അങ്ങനത്തെ ഒരു അവരതാണ് ടേസ്റ്റ് മാത്രം നോക്കുന്നതും അങ്ങനെ ടാലൻറ്റ് നോക്കുന്നില്ല. അത് എനിക്ക് ഉറപ്പാണ്. ഒരു ടാലൻറ്റ് എന്നുള്ളൊരു സംഗതി അവർ നോക്കുന്നില്ല, വെറും ടേസ്റ്റ് മാത്രം. അപ്പോൾ ഈ ഒരു ടേസ്റ്റ് മാത്രമാണെങ്കിലില്ല, ഞാൻ ഓവർ ടേസ്റ്റിൽ തന്നെ ഫോക്കസ് കൊടുത്തിട്ട് നമുക്ക് സാധാ കേക്ക് ഉണ്ടാക്കിയാൽ മതി, ഒന്നും ഒരു ഡാമേജും കാര്യവും വരില്ല. നമ്മൾ വിചാരിച്ചിട്ട് കിട്ടുമെന്ന് വിചാരിച്ചിട്ട് പോയിട്ട് കിട്ടിയിട്ടുമില്ല. പിന്നെ അവർക്ക് ഇഷ്ടമുള്ള ഒരു കേക്കിന് അവർ കൊടുത്താൽ നമുക്കൊരു നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ട് കമ്പയർ ചെയ്തിട്ട് അങ്ങനെയല്ലല്ലോ സെലക്ട് ആക്കേണ്ടത്. അങ്ങനത്തെ ഭാരവാഹികളോട് ഞാൻ പറഞ്ഞു ഇങ്ങനെ. അപ്പോൾ അടുത്ത നാട്ടുകാർ വരെയില്ല കേക്ക് നോക്കിയിട്ട് കേക്ക് നല്ല ഇങ്ങനെ ഉണ്ട്, പിന്നെ എന്ത് പറ്റിയാലും പറയുമ്പോൾ ഞാൻ ഇങ്ങനെ താഴത്ത് മാത്രം. അപ്പോൾ ഞാൻ സാരില്ല ഇങ്ങനെ ഇവിടെ വരുമ്പോൾ സംഭവിച്ചല്ലേ. പക്ഷെ കയറ്റം മീൻസ് മുകളിലേക്ക് വരുന്ന അങ്ങനത്തെ റോഡാണ്. ഞാൻ എൻ്റെ ഉമ്മയോട് പറഞ്ഞു ഇനി എൻ്റെ ലൈഫിൽ ഇങ്ങനത്തെ ഒരു ഫെസ്റ്റ് ഇവിടെ ഇങ്ങനെ നടക്കുന്നുണ്ടെങ്കിൽ എൻ്റെ പേരിൻ്റെ തൊട്ടടുത്തല്ലാണ്ട് വേറെ അടുത്തും പോവില്ല ഞാനൊന്ന്. കാരണം ആടിനടുത്ത് വന്നവർക്കാണ് ഫസ്റ്റ് കൊടുത്തത്. അവരൊക്കെ നല്ല കൂളിംഗ് കൊണ്ട് നമ്മൾ ഇത്ര
ലോങ് 2-2.5 മണിക്കൂർ ട്രാവലാക്കിയിട്ട് വന്ന് അതൊന്നും ഇവിടെ ഒരു വാല്യൂ കൊടുക്കുന്ന കാര്യമല്ല. ഞാൻ ആ ഒരു ദേഷ്യത്തിന് മുകളിൽ സങ്കടത്തിൻ്റെ ദേഷ്യത്തിന് മുകളിൽ അറിയുന്നു ഞാൻ ഒരു ഫെസ്റ്റിന് ഞാൻ പാർട്ടിസിപ്പേറ്റ് ആക്കൂലെന്ന് ആ ദേഷ്യത്തിൻ്റെ മുകളിൽ പറഞ്ഞു. അന്ന് രാത്രി ഒന്നും എനിക്ക് ഒരു നേരമായിട്ടേ ഇല്ല, ഭയങ്കര മൂഡ് ഓഫ് വന്നിട്ടുണ്ടായത്. ഞാൻ ഇങ്ങനെ വിചാരിച്ച ഈ ഒരു കേക്ക് നമ്മുടെ നാട്ടിൽ, അതായത് കാഞ്ഞങ്ങാടിയിലെ അടടം കായനെങ്കിലില്ലേ എന്തായാലും എന്തെങ്കിലും ഒന്ന് കിട്ടട്ടെ. എനിക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിലും ഫസ്റ്റോ സെക്കൻഡ് ഓക്കെ, ഫസ്റ്റിൽ ഞാൻ പറയുന്നില്ല, കാരണം നമ്മളെയും കാട്ടി ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും അങ്ങനെ ഇങ്ങനെ. പക്ഷെ നമുക്ക് സെക്കൻഡ് കൊടുത്ത കേക്ക് അത് നോക്കുമ്പോഴാണ് എനിക്കൊരു ഇതായത്. അങ്ങനെ പിന്നെ അടുത്തവരോട് പറയുമ്പോൾ അവർ പറയുന്നത് അത് ഇങ്ങനെ ആയത്, നമുക്ക് ആളെ കിട്ടിയിട്ട, അങ്ങനെയെല്ലാം കുറേ നെക്സ്റ്റ് നോക്കാം, നെക്സ്റ്റ് ഇത് ഫെസ്റ്റ് ഉണ്ടെങ്കിൽ അതിൽ ഇതാക്കും. ഞാൻ ആ ഒരു ഭാഗത്തേക്ക് വരില്ല. അങ്ങനത്തെ ഒരു നാട്ടിൽ ഫെസ്റ്റ് വെക്കുന്നുണ്ടെങ്കിൽ ഞാൻ വരില്ല. നാടിന് കുറ്റം പറയുന്നതല്ല, എന്നുവെച്ചാൽ ആടെ ഇല്ല ആൾക്കാർക്കെല്ലാം ഓക്കെയാണ്. നമ്മൾ ഇത്ര ദൂരത്ത് നിന്ന് ഇത്ര വലിയ ഹാർഡ് വർക്കെല്ലാം ആക്കിയിട്ട് അടുത്തേക്ക് എത്തുമ്പോഴത്തേക്ക് നമ്മളെ വർക്കിന് ഒരു വാല്യൂ ഇല്ലാണ്ടാവലും എല്ലാം അത്ര അടുത്ത് ആ ഒരു കഷ്ടപ്പാട് എന്ന് വെച്ചാൽ ഒരു വീട് കെട്ടിട്ട് ആ വീട് പൊളിയുന്നില്ലേ, അങ്ങനത്തെ ഒരു അവസ്ഥ. പിന്നെ ഉമ്മാറിന് സാരില്ല, നിങ്ങൾക്ക് ഒരു വീഡിയോ കിട്ടിയല്ലോ യൂട്യൂബിൽ ഇടാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ ആ ദേശത്തിന് വീഡിയോയിൽ ഡിലീറ്റ് ആക്കാൻ ഇങ്ങനെ, കാരണം ഇതെനിക്ക് എഡിറ്റ് ആക്കാനും ഒരു മനസ്സ് വരുന്നില്ല സങ്കടം കൊണ്ട്. പിന്നെ കുറേ ദിവസം കഴിഞ്ഞിട്ടാണ് കേട്ടോ എഡിറ്റിങ് നടക്കുന്നില്ലത്. പിന്നെ ഇതെല്ലാം ലൈഫിൻ്റെ ഒരു ഭാഗമല്ല, ഒരു മെമ്മറി പോലെ അങ്ങനെ വെച്ചാൽ മതി എന്നെല്ലാം പറഞ്ഞ്. അപ്പം ഞാൻ ഓക്കെ നമുക്ക് നോക്കാം, യൂട്യൂബിലിട്ടിട്ട് വ്യൂസും കാര്യമെല്ലാം കിട്ടുന്ന. അപ്പോൾ പിന്നെ നമുക്ക് യൂട്യൂബിൽ വ്യൂസ് കിട്ടിയാൽ പിന്നെ നമുക്ക് അത്രയും ഒരു സമാധാനമാകില്ലേ. അപ്പോൾ ഇതാണ് കേട്ടോ ഫസ്റ്റായിട്ട് ഞാനൊരു ഫെസ്റ്റിന് പോയിട്ട് എനിക്ക് അനുഭവിക്കേണ്ടി വന്ന കഷ്ടപ്പാടല്ലോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്ന ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.